കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് രേഖപ്പെടുത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരുന്നു. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരുമോ അതോ കുറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജൂൺ മാസത്തിൽ ചാഞ്ചാട്ടം രേഖപ്പെടുത്തിയിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 1800 രൂപയാണ് ഒറ്റയടിക്ക് ഒരു പവൻ സ്വർണ്ണത്തിന് കൂടിയത്. വരും ദിവസങ്ങളിലെ മെയ് കുതിപ്പ് തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷകൾ വേണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 19-ന് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നുവെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിച്ചാൽ ക്രൂഡ് ഓയിൽ വില സാധാരണ നിലയിലാകും. ഇതോടെ പണപ്പെരുപ്പ ആശങ്ക കുറയുകയും സ്വർണം പോലുള്ള ലോഹങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. ഇതോടെ സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് തീർക്കാനാണ് സാധ്യത. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയും ഇത് ആഗോള പണപ്പെരുപ്പത്തിന് വഴിയൊരുക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചനകളും ശക്തമായി. ഇതായിരുന്നു പ്രധാനമായും ഫെബ്രുവരി മുതൽ സ്വർണ്ണവിലയിൽ സംഭവിച്ച ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം. സമാധാന കരാറിന് ധാരണയായതോടെ വിപണിക്ക് ഉണർവുണ്ടാവുകയും ഓഹരി വിപണികൾ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണ്ണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് ആളുകൾ കരുതുന്നത്. യുദ്ധവും മറ്റ് ആഗോള സംഭവ വികാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ഇത് നിയന്ത്രിക്കാനായി കേന്ദ്ര ബാങ്കുകൾ അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തുകയും ചെയ്യാറുണ്ട്. പലിശ ഉയരുമ്പോൾ ആളുകൾ സ്വാഭാവികമായും സ്വർണം ഉപേക്ഷിച്ച് ഉയർന്ന നേട്ടം ലഭിക്കുന്ന മറ്റ് ആസ്തികളിലേക്ക് ചേക്കേറാറുണ്ട്. ഇതോടെ സ്വർണ്ണവില കുറയാൻ തുടങ്ങും. യുദ്ധം അവസാനിപ്പിക്കാനായി സമാധാന ചർച്ചകളും മറ്റും നടക്കുകയോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുകയോ ചെയ്താൽ ക്രൂഡ് ഓയിൽ വില കുറയുകയും പലിശ നിരക്ക് പഴയതുപോലെ തുടരാനും കാരണമാകുന്നത് സ്വർണത്തിന് നേട്ടം കൊണ്ടുവരും. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വർണത്തിന്റെ മൂല്യം ഉയരുകയും വില റെക്കോർഡ് തകർത്ത് മുന്നേറുകയും ചെയ്യും. നിലവിൽ അത്തരമൊരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് മുന്നേറ്റമുണ്ടാകും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണെങ്കിലും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില 1.5 ലക്ഷം വരെ എത്തിയേക്കാമെന്ന പ്രവചനങ്ങൾ സാമ്പത്തിക വിദഗ്ധർ നടത്തുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.